ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിശാഖപട്ടണത്തെ മലയാളി കൂട്ടായ്മയായ വിശാഖപട്ടണം കേരള കലാസമിതിയുടെ 2024 വാർഷിക ആഘോഷത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശാഖപട്ടണം കേരള കലാസമിതിയുടെ ഈ വർഷത്തെ വാർഷികാഘോഷം വിശാഖപട്ടണം കൊത്തറോഡിനടുത്തുള്ള NSTLൻ്റെ മോഹപത്ര മാനസി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. കലാസമിതിയുടെ എല്ലാ ആഘോഷങ്ങളും കലാസമിതിയുടെ തന്നെ സ്വന്തം ഓഡിറ്റോറിയമായ കലാകേരളം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കാറുള്ളത്. ഇത്തവണ NSTLൽ വെച്ച് നടത്തുന്നതിന് ഒരു കാരണമുണ്ട്, അത് വഴിയെ പറയാട്ടോ. ഇപ്പോൾ നമ്മൾ NSTLൻ്റെ മോഹപത്ര മാനസി ഓഡിറ്റോറിയത്തിലേക്കാണ് കയറിപ്പോകുന്നത്. കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ. നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയുടെ ചുരുക്കപ്പേരാണ് NSTL. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO, ഇത് രണ്ടും ഇവിടെ തന്നെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അധീനതയിലാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 2024 ഏപ്രിൽ 21 വൈകിട്ട് 6:30 മുതൽ വിശാഖപട്ടണം കേരള കലാസമിതിയുടെ വാർഷിക ആഘോഷങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇവിടേക്ക് എത്തിയത്. ആൾക്കാർ വന്ന് തുടങ്ങുന്നതേയുള്ളൂ. നമ്മൾ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. NSTLൻ്റെ തരംഗ് കൾച്ചറൽ കൂട്ടായ്മയും കേരള കലാസമിതിയും സംയുക്തമായി ഇന്നേ ദിവസം നാട്ടിൽ നിന്ന് ഒരു പ്രോഗ്രാം കൊണ്ടുവരികയുണ്ടായി. കോഴിക്കോട് പേരാമ്പ്ര എന്ന പ്രദേശത്തുള്ള മാതാ പേരാമ്പ്ര എന്ന കൾച്ചറൽ സംഘടനയുടെ അമൃത് ഭാരതം എന്ന പ്രോഗ്രാമാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഭാരതത്തിൻ്റെ സമരചരിത്രത്തെ ആസ്പദമാക്കിയാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഒരുപാടങ്ങ് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പബ്ലിക് മീറ്റിങ്ങിന് ശേഷം അവതരിപ്പിച്ച അമൃത് ഭാരതം എന്ന പ്രോഗ്രാം ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യം പബ്ലിക് മീറ്റിംഗ്, അതിനുശേഷം അമൃത് ഭാരത് എന്ന പ്രോഗ്രാം, ലാസ്റ്റ് ഡിന്നർ. അതും കൂടി കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ നിന്നും പിരിഞ്ഞത്. NSTL ഡയറക്ടർ ഡോക്ടർ എബ്രഹാം വർഗീസിൻ്റെ സഹകരണവും തരംഗ് ഭാരവാഹികളുടെ നിർലോഭമായ സഹകരണവും കൂടിയായപ്പോൾ വിശാഖപട്ടണം കേരള കലാസമിതിയുടെ വാർഷികാഘോഷം ജനഹൃദയങ്ങൾക്ക് മറക്കാനാവാത്ത അമൃതവർഷമായി. ഇപ്പോൾ പബ്ലിക് മീറ്റിംഗ് ആരംഭിച്ചു. നമുക്ക് വീഡിയോ തുടർന്ന് കാണാം. കേരള കലാസമിതിയുടെ ട്രഷറർ ശ്രീ ആർ മനോജ് കുമാറിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റും കേരള കലാസമിതിയുടെ സീനിയർ അംഗവുമായ ബഹുമാനപ്പെട്ട ശ്രീ എബ്രഹാം വർഗീസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. ഭദ്രദീപം കൊളുത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീമതി എബ്രഹാം വർഗീസ് അവരുടെ മാഡം പ്ലീസ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട ശ്രീ കനകദാസ് അവരുടെയും ഭദ്രദീപം കൊളുത്തുവാനായി ക്ഷണിക്കുന്നു. മതജാതി ഭേദങ്ങളില്ലാതെയെന്നും മാനവ സ്നേഹത്തിൻ ദീപം കൊളുത്തി കാലത്തിനൊരു പൂപ്പന്തലായി നിൽക്കുമി കേരള കലാസമിതി വളരണം നാൾക്കുനാൾ. കലയുടെ കാൽത്തളനാദം കേട്ടുണരുന്ന കൈകളിൽ പൊന്നുണ്ണി മക്കൾ നമ്മൾ. കേരള കലാസമിതിയുടെ ഈ വർഷത്തെ ആനുവൽ പ്രോഗ്രാം തരംഗവുമായി ചേർന്ന് ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ARG ഉണ്ണിത്താൻ അവരുടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ട്രഷറർ ആർ മനോജ് കുമാർ,
അദ്ദേഹത്തിനെയും നമ്മുടെ ഈ ആനുവൽ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. റെസ്പെക്റ്റഡ് ഡയറക്ടർ ശ്രീ ഇബ്രാഹിം വർഗീസ് NSK, ജനറൽ സെക്രട്ടറി ശ്രീ K. ഹരിദാസ്, ട്രഷറർ R. മനോജ് കുമാർ. We are expecting Sri Y. Srinivas Rao, distinguished scientist and Director General of NSK, anytime. He is busy, but he has promised to join us at his convenience. He is also expected. Additionally, Dr. Srimati Vijayalakshmi Gupta-ji, I will list other Samadhi members, other organizations in Visakhapatnam like Kaili, Arts Club, Visakhapatnam Association, other community organizations like SNDV and NSS, other guests joined us today here. Very good evening. Some of these anniversary, releasing this magazine, President Kerala Kala Samadi Sri Arjun Nithan, General Secretary Sri K. Haridas, Treasurer Sri Manoj Kumar, former Financial Advisor to Defense Secretary Dr. Vijayalakshmi Gupta, Director Audit Navy Sri Vinod Kumar, former Presidents of Kala Samadi, and dear friends. കലാകേരള എഡിഷൻ റിലീസാണ്. ആ റിലീസിന് വേണ്ടി എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ശ്രീമതി നന്ദിനി മേനോൻ, പ്രജീത് തോമസ്, ശ്രീ ആർ മനോജ് കുമാർ എന്നിവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അതിഥി ശ്രീ ഇബ്രാഹിം വർഗീസ് സാറ് റിലീസ് ചെയ്യുന്നവരിൽ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ആനുവൽ ഡേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു ശുഭസായാഹ്നം. കലാകേരളത്തിൻ്റെ ഈ പതിപ്പ് ഇവിടെ ഇങ്ങനെ റിലീസ് ചെയ്തതിൽ ഒരുപാട് അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കലാകേരളം സത്യത്തിൽ ഇന്ന് ഇവിടെയുള്ളവർക്കുള്ളതല്ല. ഒരു 25 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞാൽ അത്യാഗ്രഹമാണെങ്കിലും നമ്മളിപ്പോൾ 50 വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളിപ്പോൾ നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ സമയത്ത് ഇപ്പോൾ ജോൺ തോമസ് സാറൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹമൊക്കെ നേരിട്ട ഒരു വലിയ പ്രശ്നം സുവനീർ ഇറക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കുറേ ഫോട്ടോഗ്രാഫ്സ്, കുറേ അന്ന് നടന്ന വളരെ ചരിത്ര മുഹൂർത്തങ്ങളായിട്ടുള്ള പലതും. ഒരു സ്ഥലം വാങ്ങി നമ്മൾ എന്നുള്ളത് പോലും ഇന്ന് എത്ര കോടികളാണെന്ന് പറയാൻ എനിക്ക് പേടിയാണ്. ആ സ്ഥലത്തിന് അറിയില്ല. അന്ന് അത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ വാങ്ങിയതിൻ്റെയുള്ള പല രേഖകളും നമ്മൾക്ക് ഇന്ന് കിട്ടാനില്ല എന്നുള്ളതും, പിന്നെ ചില ഫോട്ടോഗ്രാഫ്സ് ചില സ്വകാര്യ ശേഖരങ്ങളിലുള്ളത് കേടുവന്നും മണ്ണിച്ചും നരച്ചും ഒക്കെ പോയിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് അറിയുന്നുണ്ട് ഇതെല്ലാം എന്തുകൊണ്ടാണ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു 50 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മക്കൾ വിശാഖപട്ടണത്ത് വന്ന് കേരള കലാസമിതി എന്നൊരു സംഘടനയെ കുറിച്ച്
ഓർക്കുമ്പോൾ ഈ കലാകേരളം ഒരു വലിയ റെക്കോർഡായിരിക്കും. മറിച്ച് നോക്കിയാൽ അറിയാം, ഓരോ ആഴ്ചയും നമ്മുടെ സമിതിയിൽ നടന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഫോട്ടോ സഹിതം വിശദമായി നമ്മളിതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കോപ്പിയെങ്കിലും എല്ലാ കലാകേരളത്തിൻ്റെയും ഒരു വീട്ടിലുണ്ടെങ്കിൽ വിശാഖപട്ടണം കേരള കലാസമിതിയുടെ ചരിത്രമാണ് അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു. മാത്രമല്ല, ഇന്ന് NSTL ഡയറക്ടർ ശ്രീമാൻ ഡോക്ടർ എബ്രഹാം വർഗീസ്, ആന്ധ്രാപ്രദേശ് മലയാള മിഷൻ കോർഡിനേറ്റർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനം തരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അഭിമാനകരമായ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരിക്കലും കൂടെ വലിയ നമസ്കാരം. താങ്ക് യു. അടുത്തായി ബഹുമാനപ്പെട്ട തരംഗ് കൾച്ചറൽ സൊസൈറ്റിയുടെ ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രശേഖർ സർ, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. Mr. Haridas was speaking. I was asking Director NSTL for subtitles because that is how I keep watching Malayalam films. Even the latest Avesham I have seen. Good evening on behalf of Tarang NSTL Cultural Society. I wish Kerala Kala Samati a happy birthday, the 50th birthday, and wish you many more happy returns of the day. താങ്ക് യു സർ. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ഇതുവരെ പങ്കെടുത്ത എല്ലാവരുടെയും സ്പീച്ചെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. സർ പ്ലീസ്. വിശാഖപട്ടണം കേരള കലാസമിതിയുടെയും കലകളുടെയും NSTLയുടെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. മാതാ പേരാമ്പ്ര കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു കലാ പഠന ഗവേഷണ അവതരണ കേന്ദ്രമാണ്. ഏകദേശം 10-25 വർഷമായി കലാരംഗത്ത് ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് മാതാ. ഏകദേശം 200-ലധികം കലാകാരന്മാർ, കലാപ്രതിഭകൾ കലാരംഗത്ത് നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മാതാ. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം 3-ാം തവണയാണ് ഞങ്ങൾ വിശാഖപട്ടണത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നതും ഞങ്ങൾ ക്ഷണിക്കുന്നത്. അതിലുപരി ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി കേന്ദ്രങ്ങളിൽ മാതയുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കാശ്മീരും നാഗാലാൻഡും ആസാം, മണിപ്പൂർ ഒഴികെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിശാഖപട്ടണത്തോട് ഞങ്ങൾക്കുള്ള കമ്മിറ്റ്മെൻറ്റും മമതയും ഒളിച്ചു വെക്കേണ്ടതില്ല. കാരണം ഒരിക്കൽ ഞങ്ങൾ ഡൽഹിയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരാളെ പോലും പരിചയമില്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങളിവിടെ വരാനില്ലെങ്കിലും നിരന്തരമായി ബന്ധപ്പെടാറുണ്ട്. ശ്രീ ഉണ്ണിത്താൻ സാർ കേരളത്തിലെ പല വേദികളിലേക്കും ഞങ്ങളെ ഒന്ന് ക്ഷണിച്ച് പ്രോഗ്രാം അവതരിപ്പിക്കാൻ ക്ഷണിക്കാറുണ്ട്. ശ്രീമതി നന്ദിനി തുളസിറാം സാറിൻ്റെ ഭാര്യ അവരുടെ മാതയുടെ പ്രോഗ്രാമിന് കേരളത്തിൽ പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. അതിലുപരി ശ്രീ വിജയകുമാർ സാറിൻ്റെ സ്കൂളിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാറുണ്ട്. എങ്ങനെയായാലും പ്രത്യക്ഷമായും പരോക്ഷമായും എപ്പോഴും വിശാഖപട്ടണം കേരള സമിതിയുമായി ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. വിഷ്ണുപുരാണ കാലഘട്ടം മുതൽ ഇന്ന് അവസാനത്തെ തീവ്രവാദി അക്രമം വരെയുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് അമൃതഭാരതം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒരുമിച്ച് കാണാം. സാങ്കേതികമായി
എന്തെങ്കിലും പിഴവ് വന്നാൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മാതൃ പേരാമ്പ്ര അമൃതഭാരതത്തിലേക്ക്. നന്ദി.